നമ്മളിൽ ഉണ്ടാകുന്ന ചില അഡിക്ഷൻസ് അതെങ്ങനെയാണ് കുടുംബ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്? അത് മദ്യപാനത്തോടുള്ള ഒരു അഡിക്ഷനാകാം, മയക്കുമരുന്നിനോടുള്ള ഒരു അഡിക്ഷനാകാം, ഗാംബ്ലിംഗ് ആകാം, നെറ്റ് അഡിക്ഷൻ ആകാം, മൊബൈൽ അഡിക്ഷൻ ആകാം. ഇപ്പോഴത്തെ ഈ ലോക സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് മണി മേക്കിംഗ് ഒരു അഡിക്ഷൻ തന്നെയാണ്. മണി മേക്കിംഗ് കാരണം അത് നമ്മൾ കൂടുതലും അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് വളരെയധികം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പേരൻസിൻ്റെ ആയിട്ടുള്ള ലോകം, ദേ ആർ സ്ട്രൈവിങ് ഹാർഡ് ടു ഏൺ മണി, മോർ ആൻഡ് മോർ മണി. അപ്പോൾ കുട്ടികൾ വേറെ വഴിക്ക് പോകുന്നു. അതായത് പണത്തോടുള്ള ഒരു ആസക്തി ഇന്ന് കുടുംബങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ മണി അഡിക്ഷൻ നമുക്കങ്ങ് പറയാം അല്ലേ. ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ളവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരനുഭവമാണ്. ഈ ബന്ധത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ഈ ബന്ധത്തെ മുഴുവനും കൂടെ ഇത് ബാധിക്കുന്ന, അല്ല ഒരു വ്യക്തി അല്ല. അപ്പം ഈ ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, മദ്യപാനിയായാൽ അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം മാത്രം മദ്യപാനി ആയതുകൊണ്ട് ആർക്കും കുഴപ്പമില്ലെന്നല്ല. പക്ഷെ എന്ന് വരികിൽ കുഴപ്പമുണ്ട്. കാരണം ഈ സിസ്റ്റത്തെയാണ് അത് ബാധിക്കുന്നത്, ഈ ബന്ധങ്ങളെയാണ് ബാധിക്കുന്നത്. മണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുംബത്തിൽ നല്ല മാതാപിതാക്കളാണെങ്കിൽ അവരെ അനുസരിക്കാതെ വരുന്ന തലമുറ. പല അഡിക്ഷനും രോഗത്തിൻ്റെ, മാനസികമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു രോഗത്തിൻ്റെ ഒരു പാർട്ടായിട്ട് അഡിക്ഷൻ വരാം. ഉദാഹരണത്തിന് ബൈപ്പോളാർ ഡിസോർഡർ. ഈ ബൈപ്പോളാർ ഡിസോർഡറിൽ മാനിക് സ്റ്റേജിൽ കുടി, അതല്ലെങ്കിൽ ഇതുപോലെ അഡിക്റ്റീവ് പ്രോഡക്ട്സ് യൂസ് ചെയ്യൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ബേസിക് ക്യാരക്ടറോ അല്ലെങ്കിൽ ബേസിക് നേച്ചറോ മുൻപ് നമ്മൾ അറിഞ്ഞിട്ട് വേണം ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഇത് എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യുന്നു വെച്ചാൽ പലപ്പോഴും ഭക്ഷണ സമയത്ത് ആളുകൾ വരാതിരിക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളിൽ നിന്നും പലരും മാറി നിൽക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്തുകൊണ്ട് ഈ കുട്ടി മാറി നിന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആൾ അതിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. പലപ്പോഴും ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരുടേതായ ലോകത്തിലേക്ക് വിത്ഡ്രോ ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ സാമൂഹികമായിട്ട് കുടുംബത്തെ വ്യക്തിപരമായിട്ടും ബാധിക്കുന്നതോടൊപ്പം സാമൂഹികപരമായിട്ട് കുടുംബത്തെ മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ട സൊസൈറ്റിയെ തന്നെ അത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഭർത്താവിനെ കേൾക്കാൻ നേരമില്ല, ഭാര്യയെ കേൾക്കാൻ നേരമില്ല, മക്കളെ കേൾക്കാൻ നേരമില്ല. അത് ശരിയായി ഈ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആർക്കും ഒന്നിനും സമയമില്ല. പലവർക്കും തന്നെ അവർക്ക് ബോധ്യമുണ്ട്, എങ്കിൽ തന്നെയും ആ രീതിയിലൂടെ പോയാൽ മാത്രമേ അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവരുടെ സ്വപ്നത്തിലുള്ള ലക്ഷ്യം അവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പ്രയോറിറ്റൈസേഷൻ ഇസ് ഫോർ മണി. ഇപ്പം നമ്മൾ പിള്ളേരെ പഠിക്കാൻ വിടുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വിവാഹത്തിന് മുമ്പ് അവരുടെ കൂട്ടുകെട്ട് അവരെ തീർച്ചയായിട്ടും മദ്യപാനത്തിലേക്ക് നടക്കുന്നത്. എന്നാൽ ആ സാഹചര്യങ്ങളോട് എതിർത്ത് നിൽക്കണോ എന്ന് ചിന്തിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അങ്ങനെ എതിർത്ത് നിൽക്കാനായിട്ട് അവർക്കൊരു ബലം വേണമെങ്കിൽ അത് ഭവനത്തിൽ നിന്ന് മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. വർക്കിംഗ് പാരൻസ് കുട്ടികളിൽ 1-2 ഉള്ളൂ, വേറെ കമ്മ്യൂണിക്കേഷൻ സോഷ്യലൈസേഷൻ മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ, നെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ മുമ്പിലായിരിക്കും. പലപ്പോഴും ഈ കുട്ടികൾ മറ്റൊന്നുള്ളത് ക്ലാസ്സിലുള്ള ഇപ്പോൾ ഹൈ സ്റ്റാറ്റസ് ഉള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും വന്ന് പറയും, അത്രയും ലെവലിൽ ഇല്ലാത്തവർ പോലും പാരൻസിനെ കമ്പൽ ചെയ്ത് ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ, TV അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിപ്പിച്ച് അതിൻ്റെ മുമ്പിലിരുന്ന്, കാരണം ഫ്രണ്ട് അതാ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇതിന് അഡിക്റ്റഡ് ആവുന്ന കുട്ടികളും ഉണ്ട്. ഏതൊരു അഡിക്ഷൻ ഉള്ളതിനാണെങ്കിലും അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ആൽക്കഹോളിനോ അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സിനാണെങ്കിലും അതിന് ഡീറ്റോക്സിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ഡി അഡിക്ഷൻ, അങ്ങനെ പല സ്റ്റേജസ് ആയിട്ടാണ്. ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഉള്ള ചില ഇതുകളുണ്ട്. അത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ ഗൈഡൻസോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള ഒരു അഡിക്ഷനിൽ വന്നു കഴിയുമ്പോൾ മറ്റ് അഡിക്ഷൻ്റെ സ്വാധീനം കുറഞ്ഞു വരുവാനുള്ള സാധ്യതകളുണ്ട്.